പപ്പായ മരങ്ങളെല്ലാം വാടിപ്പോകും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെയൊക്കെ പപ്പായ ഉണ്ട്, ഇതൊക്കെ വാടാൻ നിൽക്കുക. അതുകൊണ്ടോ ഇതൊക്കെ വാടാൻ നിൽക്കുകയാണ്. അതിനകത്തെല്ലാം ഉണ്ട്, എല്ലാം വാടാൻ നിൽക്കുക. അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണം എന്നതിലേക്ക് പരീക്ഷണം നടത്തുകയാണ്. അതോടൊപ്പം അതിന് ഇല നമുക്ക് ചാണകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതൊരു കഷ്ടമല്ല, ഇത്രയും കാലം വളർത്തിയെടുത്ത സാധനം മുറിക്കാന്ന് പറയുമ്പോൾ ഇതാണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂവ് വന്ന് തുടങ്ങി കായുണ്ടാവാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിയിരിക്കാം. പക്ഷേ അടുത്ത മാസം കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഇല നമുക്ക് പച്ചച്ചാണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം. ശരിക്കും ചാണത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും, അതിലടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും അതിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇത് നഷ്ടമില്ല. അല്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ട് ഒരു കരിയിലായിട്ട് മാറുകയുള്ളൂ. 4 ഭാഗമായിട്ട് പിളർത്താണ്. എന്നിട്ട് അതിൽ നിന്ന് കമ്പ് 4 ഭാഗത്തേക്ക് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാവോ ഇല്ലയോ നോക്കാം. പിന്നെ ഇത്രയും നീളത്തിൽ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകും. കുറ്റി മാത്രമാകുമ്പോൾ വാടാതെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു പരീക്ഷണം. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞാൽ 4 ഭാഗത്തു നിന്നും അതിന്റെ നാമ്പ് പൊന്തി വരും.